ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നെന്ത് നമ്മുടെ ടോപ്പിക്ക് കറണ്ട് സിറ്റുവേഷൻ ആൻഡ് എനർജി ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. ഈ ഒരു റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ്. ടൈംലെസ് ആണ് ഈ വീഡിയോ. നിങ്ങളിപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. കറണ്ട് സിറ്റുവേഷൻ ആൻഡ് കറണ്ട് എനർജി ഓഫ് യുവർ പേഴ്സൺ. കറണ്ട് സിറ്റുവേഷൻ ആൻഡ് കറണ്ട് എനർജി ഓഫ് യുവർ പേഴ്സൺ. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്, ആ ഒരു എനർജി എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ തന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആൻഡ് എനർജി കാര്യങ്ങളൊക്കെ എന്താണ് എന്ന് നമുക്ക് നോക്കാം. യെസ്, ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ ചേഞ്ചസ്. ഒരു ചേഞ്ച് സംഭവിക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. അതായത് ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ ലൈഫിൽ കാര്യമായ രീതിയിലുള്ള ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു അല്ലെങ്കിൽ സംഭവിക്കാനായി പോകുന്നു എന്നുള്ളതാണ് മാസ്റ്റർ കാർഡ് സൂചിപ്പിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റെബിലിറ്റി ഇല്ലായ്മ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഫേം ഫൗണ്ടേഷൻ ഉണ്ടാവുന്നു, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് വരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ആൻഡ് അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണ് ഇത്രയും നാളും നിങ്ങളെ മനസ്സിലാക്കാത്തതായിട്ടുള്ള കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ അതിലൊക്കെ ഒരു ചേഞ്ച് സംഭവിച്ച് അവരിപ്പോൾ സെപ്പറേഷനിലായപ്പോൾ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിച്ചുകൊണ്ട്, അതുപോലെ തന്നെ നിങ്ങളോടുള്ള സ്നേഹം അത്രയും ഇൻറ്റൻസായിട്ട് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ അറിയാനായി പോകുന്നുണ്ട്, ചില സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാനായി പോകുന്നുണ്ട്. അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണായിട്ട് തന്നെ അതിന് ഒരു മുൻകൈ എടുക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. യെസ്, പ്രോസ്പെരിറ്റി ബിഗിൻസ്. അതായത് ആ റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. രണ്ടുപേരും ഒന്നിച്ച് ചേരുന്നതായിട്ടും അതുവഴി ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതായിട്ടും ഒക്കെയാണ് കാണുന്നത്. ഒരു സീഡ് അതിൽ നിന്നും ഒരു പ്ലാന്റ് ഒരു വൃക്ഷമായിട്ട് മാറുന്നതായിട്ടും അതിൽ നിന്നും ഫലങ്ങൾ ഉണ്ടാകുന്നതായിട്ടും, അതായത് എന്നോ നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം അല്ലെങ്കിൽ എന്നോ ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തതായിട്ടുള്ള കാര്യം അത് സക്സസ് ആവുന്നു, അത് ലൈഫിൽ പ്രാവർത്തികമാകുന്നു എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ആൻഡ് പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡ്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു മൂവ്മെൻറ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ സംഭവിക്കാനായി പോകുന്നു. ഇനി നിങ്ങളൊരു ജേണി പോകാനൊക്കെ തയ്യാറെടുത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനുള്ള അനുകൂല സാഹചര്യങ്ങൾ വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഒരു പുതിയ കരിയറിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുന്നു, ഒരു ടെസ്റ്റ് പ്രിപ്പയർ ചെയ്തത് നിങ്ങൾ അത് ടെസ്റ്റിലേക്ക് പോകുന്നു, അതിൽ നിങ്ങൾക്കൊരു ബെറ്റർ റിസൾട്ട് കിട്ടുന്നു. അങ്ങനെ ഒത്തിരി സാധ്യതകളാണ് ഈ ഒരു കാർഡ് വെളിപ്പെടുത്തുന്നത്. നിങ്ങളുടെ പേഴ്സണുമായിരിക്കാം, പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ പേർക്കും ഇത് റിലേഷൻഷിപ്പ് ഹീലിംഗ് ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ആൻഡ് ആക്സിലറേറ്റഡ് മോഷൻ. ഒത്തിരി നാളായിട്ട് സ്റ്റക്കായിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുന്നു. അതായത് നിങ്ങൾക്ക് അത് പുറമേ നിന്ന് നോക്കുമ്പോൾ യാതൊരു മാറ്റവും തോന്നുന്നില്ലായിരിക്കാം, പക്ഷെ ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ മൊത്തത്തിൽ വരാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുക. ആൻഡ് യെസ്, നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഇൻഡ്യൂഷൻസ് ഈ ഒരു സമയം കൊണ്ട് ഉണ്ടാവുന്നുണ്ടാകും. ഇപ്പോൾ ഈ റീഡിങ് കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും തന്നെ കൺഫ്യൂസ്ഡ് ആവാണ്ടിരിക്കുക. ആ ഒരു ടെംപ്റ്റേഷൻ, അതായത് ആ ഒരു പോസിറ്റീവായിട്ടുള്ള എന്തോ ഒരു കാര്യം ലൈഫിൽ സംഭവിക്കാൻ പോകുന്നു, അതിന് നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തോ ഒരു ആക്ഷൻ ഉണ്ടാവുന്നു എന്നൊക്കെയാണ് ഇവിടെ കാണുന്നത്. അതിലൂടെ നിങ്ങൾക്ക് വലിയൊരു മാറ്റം തന്നെ സംഭവിക്കും. നിങ്ങളായിട്ട് തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണായിട്ട് തന്നെ അതിനൊരു അറ്റംപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ സഫലമാകുന്നു. ഫുൾഫിൽമെൻറ്റ് ഓഫ് വിഷസ് എന്നുള്ളത് വീണ്ടും നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഈ റീഡിങ്ങിൽ. അതുപോലെ തന്നെ ട്രാപ്ഡ് ഫിയർ കാണിക്കുന്നത് നിങ്ങൾക്ക് എന്തോ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ടുള്ള ഭയമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ഒരു ട്രാപ്പിലാണ്, അല്ലെങ്കിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ ഒരിക്കലും ഇനി ലൈഫിൽ നിങ്ങളെ തിരിച്ച് കിട്ടില്ല, അങ്ങനെയൊക്കെ ഉള്ളൊരു ഭയം നിങ്ങളുടെ പേഴ്സണിലുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെ എനർജീസാണ് ഇവിടെ വരുന്നത് കൊണ്ട് ഒരാളുടെ മാത്രമായിട്ട് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടു, ഒരിക്കലും മുന്നോട്ട് ഇനി പോകാൻ കഴിയില്ല, നിങ്ങൾ ലൈഫിൽ തിരിച്ചു വരില്ല, അല്ലെങ്കിൽ അവർ ലൈഫിൽ തിരിച്ചു വരില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നത്. രണ്ട് പേരുടെ എനർജീസ് സെയിം ആണ്. ഓക്കെ,
ആൻഡ് പക്ഷെ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഭയത്തിൻ്റെ ഒന്നും യാതൊരു ആവശ്യകതയുമില്ല. വിദൂരത്തിൽ നിങ്ങളും ഈ പേഴ്സണും ഒന്നിച്ച് ചേർന്നുള്ളൊരു ലൈഫ് തന്നെയാണ് കാണുന്നത്. ഫ്യൂച്ചർ എനർജി കാർഡ് വന്നിരിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങൾക്ക് രണ്ടു പേർക്കും ആ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവുന്നുണ്ട്. അതിലൂടെ നിങ്ങൾ ഒന്നിച്ച് ചേരുന്നതായിരിക്കാം. ലൈഫിനൊരു ബാലൻസിങ് സിറ്റുവേഷൻ ഉണ്ടാവുന്നതായിരിക്കാം. യെസ്, നമുക്കിവിടെ കാര്യം പെർഫെക്റ്റ് ആയിട്ടുള്ള റിപ്ലൈ ആണ് അല്ലെങ്കിൽ റിസൾട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത്. നിങ്ങളും ഈ പേഴ്സണുമായിട്ട് ഒന്നിച്ച് ചേരുന്നു എന്നുള്ളതാണ്. പാർട്ട്ണർഷിപ്സ് ആൻഡ് അലയൻസസ് ആൻഡ് റെക്കഗ്നേഷൻ ആൻഡ് റിവാർഡ്. ഓക്കെ, എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് പരസ്പരം പല കാര്യങ്ങളിലും വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ പേഴ്സണുമായിട്ട് ഒന്നിച്ച് ചേരുന്നതിനുള്ള സാധ്യതകൾ തന്നെയാണ് ഈ റീഡിങ്ങിലുടനീളം നമുക്ക് വന്നിരിക്കുന്നത്. എല്ലാ എനർജീസും പോസിറ്റീവാണ്. ഒരു കാര്യങ്ങളും നമുക്കിതിൽ നെഗറ്റീവായിട്ട് പറയാനില്ല. ചില ഭയങ്ങൾ മാത്രമാണ്, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഉള്ള ഒരു ഭയം, അത് മാത്രമാണ് നെഗറ്റീവ് എനർജി ആയിട്ട് വന്നിരിക്കുന്നത്. ബാക്കി എല്ലാം തന്നെ പോസിറ്റീവാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചെറിയ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസൊനേറ്റ് ആവുന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.